ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ബോട്ടിലായിട്ടാണ്, ഒരു കോംബോ ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് രണ്ട് ഒരേപോലത്തെ ബോട്ടിൽസ് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യേണ്ടത് ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് ആ ബോട്ടിലിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തായിട്ട് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ടായാലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് കോട്ട് അടിച്ച് നന്നായി ഡ്രൈ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. സെക്കൻഡ് കോട്ടും ഞാൻ നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ സെല്ലോ ടേപ്പ് പതുക്കെ റിമൂവ് ചെയ്തെടുക്കുകയാണ്. സെല്ലോ ടേപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ ചെയ്തത് അതേപോലെ തന്നെയാണ് വൈറ്റ് അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബ്രഷ് വെച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാനിപ്പോൾ ചെയ്ത പോലെ ബ്രഷ് വെച്ച് ചെയ്യണം നിർബന്ധമില്ല. അവിടുത്തെ ഒരു പെർഫെക്ഷൻ വരുത്തേണ്ട കാര്യമില്ല. കാരണം നമ്മളവിടെ വേറെ ഒരു ലേസ് ചുറ്റുമ്പോൾ അത് കവറായി പോകും. അതുകൊണ്ട് അത്ര അത് നിർബന്ധമില്ല. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ബോട്ടിലിൻ്റെ ബേസ് കോട്ട് നമ്മൾ അടിച്ച് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ബോട്ടിലും ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് നടുക്കായിട്ട്. കഴിഞ്ഞ ബോട്ടിൽ നമ്മൾ ചെയ്തത് താഴ്ഭാഗത്ത് ബ്ലാക്കും മുകൾ ഭാഗത്ത് വൈറ്റും ആയിരുന്നു. ഈ ബോട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് താഴ്ഭാഗത്ത് വൈറ്റും മുകൾ ഭാഗത്ത് ബ്ലാക്കും ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിങ്ങനെ വൈറ്റ് രണ്ട് കോട്ട് അടിച്ച് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ നേരത്തെ ഒട്ടിച്ചിരുന്ന ആ സെല്ലോ ടേപ്പ് റിമൂവ് ചെയ്ത് കളയണം. ബ്ലാക്ക് പെയിൻറ്റ് നമ്മൾ മുകൾ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ രണ്ട് കോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോട്ടിലും ബേസ് കോട്ട് അടിച്ച് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടിലിൻ്റെ നടുക്കായിട്ട് ഞാനൊരു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലേസ്
ലേസാണ്. ആ ലേസ് വെച്ച് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്കവിടെ പെർഫെക്ഷൻ ആക്കേണ്ട കാര്യമില്ല. കാരണം ആ ലേസ് വെച്ച് ഞാൻ ഒട്ടിക്കുമ്പോൾ ആ ഭാഗം മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇത്തിരി പെർഫെക്ഷൻസ് വന്നാലും അത് നമുക്ക് അറിയില്ല. ഞാനത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ്. ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഞാനത് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവിബോണ്ടോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒട്ടിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഫെവിക്കോളായിരുന്നു. അതാണ് ഞാനത് വെച്ച് ഒട്ടിച്ചത്. അതുപോലെ ലേസ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വൈറ്റ് പോർഷൻസിൽ ചെറിയ ഡിസൈൻ കൊടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് പെയിൻറ്റ് വെച്ചിട്ട് ചെയ്യാം. ബ്ലാക്ക് മാർക്കർ വെച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പെയിൻറ്റ് വെച്ചിട്ടായാലും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഈസി ആവുന്ന ഒരു ചെറിയൊരു സിമ്പിൾ ഡിസൈനാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന പകരം ഡോട്ട് ഡോട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇപ്പോൾ ചെയ്യുന്നത്. രണ്ട് ബോട്ടിലും ഞാൻ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബ്ലാക്ക് കളർ അടിച്ച ഭാഗത്ത് ഞാൻ ചെറിയ സീക്വൻസസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ചെറിയൊരു സ്റ്റാർ പോലുള്ള സീക്വൻസസ് ആണ്. അത് ഞാനിങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് ബോട്ടിലും അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലുള്ള രണ്ട് പേപ്പർ ത്രെഡ് ഉണ്ട്. അപ്പോൾ ആ പേപ്പർ ത്രെഡ് വെച്ചിട്ട് ബോട്ടിലിന് മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ബോ കെട്ടി കൊടുക്കുകയാണ്. അത് കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് ബോ കെട്ടി കൊടുക്കുകയാണ്.
ഇങ്ങനെ നമ്മുടെ 2 ബോട്ടിലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളല്ലേ? ഇത് ആർക്കായാലും ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പെയിൻറ്റിങ് അറിയുന്നവർക്ക് അറിയാത്തവർക്കായാലും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണ് ഞാൻ എന്നിട്ട് ചെയ്തിട്ടുള്ളത്.